ഈ PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകണമോ എന്നതിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. രാവിലെ സെക്രട്ടേറിയറ്റിൽ ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്യാനാണ് സാധ്യത. PM ശ്രീയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചർച്ച നടക്കുക. മന്ത്രിസഭാ യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി VD സതീശൻ 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഹാൻസ് വിവരങ്ങളുമായി ചേരുന്നു നമുക്കൊപ്പം തത്സമയം. ഹാൻസെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാടും നീക്കങ്ങളും. അത് ആ മുന്നണിയെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് അതിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയി, പുതിയൊരു സർക്കാർ വന്നു. എല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ പ്രശ്നം കൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞു വയ്ക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പോലും ശ്രമിച്ചുകൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് വന്ന ഫണ്ട് എന്ത് ഫണ്ടാണ് എന്ന സ്ഥിരീകരണം വന്നിട്ട് പോലും കഴിഞ്ഞ സർക്കാരിന്റെ മേൽ കാര്യങ്ങളൊക്കെ ഇട്ട് ആ പാപഭാരം മുഴുവൻ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ. അപ്പം PM ശ്രീ വിഷയം കഴിഞ്ഞ സർക്കാരിനെ പോലെ തന്നെ ഈ സർക്കാരിനും ഒരു കീറാമുട്ടിയായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എന്ത് തരത്തിലുള്ള തീരുമാനങ്ങൾ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ, ഹാൻസ്? സേതു, ഗുഡ് മോർണിംഗ്. ഇടത് സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭാ യോഗം ചേർന്ന് മരവിപ്പിച്ച PM ശ്രീ പദ്ധതി അത് വീണ്ടും മറ്റൊരു മന്ത്രിസഭാ യോഗത്തിലേക്ക് വരികയാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് സെക്രട്ടേറിയറ്റിലെ ചേംബറിലാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. നിരവധി അജണ്ടകൾ ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം PM ശ്രീ പദ്ധതിയും ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ എന്നിരുന്നാൽ പോലും മന്ത്രിസഭാ യോഗങ്ങളിലെ തീരുമാനം ആയതിനു ശേഷം മാത്രമാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നുള്ള കാര്യം പുറത്തേക്ക് വിടുകയുള്ളെങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന സൂചനയും ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി നൽകിയ പ്രതികരണവും വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് PM ശ്രീ പദ്ധതി മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ്. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും മന്ത്രിസഭാ യോഗം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുക. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് PM ശ്രീ പദ്ധതിയുമായി UDF സർക്കാർ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്. കാരണം അവരുടെ സംബന്ധിച്ചിടത്തോളം ഇടത് സർക്കാർ നേരത്തെയും മന്ത്രിമാരടക്കമുള്ള അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഇടത് സർക്കാർ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇനി ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയില്ല, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമോ എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു അന്തിമ തീരുമാനം സ്വീകരിച്ചാൽ മതിയെന്നാണ്. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ തന്നെ ഇടത് സർക്കാരിൽ ആ പഴി അടിച്ചേൽപ്പിക്കാൻ UDF സർക്കാരിന് കഴിയും. അതുകൊണ്ട് തന്നെ ഈ പഴി ഇടത് സർക്കാർ നൽകുകയും അതിനോടൊപ്പം തന്നെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയി ഈ തുക വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട തുക എല്ലാം വാങ്ങിയെടുക്കുക എന്നടക്കമുള്ള ലക്ഷ്യങ്ങൾ സർക്കാരിനുണ്ട്. അല്ലെങ്കിൽ അത്തരമൊരു നീക്കം തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം 11 മണിക്ക് മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കാണും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത് അതുതന്നെയാണ്. PM ശ്രീ പദ്ധതിയാണെങ്കിലും മറ്റേതെങ്കിലും അജണ്ടയാണെങ്കിലും മന്ത്രിസഭാ യോഗത്തിലുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം സ്വീകരിച്ചാൽ അത് മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് അറിയിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനമുണ്ടായാൽ 11 മണിക്ക് അത് മുഖ്യമന്ത്രി തന്നെ അറിയിക്കുകയും ചെയ്യും. സേതു.